2027 നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളം ആര് ഭരിക്കുമെന്നുള്ള ആദ്യത്തെ ഒപ്പീനിയൻ പോൾ പുറത്തു വന്നിരിക്കുകയാണ്. താജ് ഒപ്പീനിയൻ പോളാണ് ഈ അഭിപ്രായ സർവേ ആദ്യമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അഭിപ്രായ സർവേ അനുസരിച്ച് കേരളത്തിൽ ആര് ഭരിക്കും എന്ന് നോക്കാം. അതിനു മുമ്പ് കേരളത്തിൽ 3 മുന്നണികളും ഇടതുപക്ഷവും വലതുപക്ഷവും അതേപോലെ BJP നേതൃത്വം നൽകുന്ന NDAയും അവർക്ക് ശക്തമായ സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. LDF മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. അതിന് അവർ പ്രധാന കാരണമായി പറയുന്നത് BJP അവരുടെ വോട്ടുകൾ നേടിയാൽ അത് കോൺഗ്രസിനെ ബാധിക്കും, അതുവഴി 3ാം തവണയും LDFന് കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കും എന്നാണ് LDFകാർ പറയുന്നത്. എന്നാൽ BJP നേടുന്ന വോട്ടുകൾ അത് ഇടതുപക്ഷത്തിൻ്റെ ആയിരിക്കും. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളിലാണ് BJP പലയിടത്തും 1-2 സ്ഥാനങ്ങളിൽ എത്തുന്നത്. അതിന് അവർ പ്രധാന ഉദാഹരണമായി എടുത്തു കാണുന്നത് ആലപ്പുഴ ജില്ല പോലെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടകളാണ്. അതുകൊണ്ട് തന്നെ BJP പിടിക്കുന്ന വോട്ടുകൾ അത് CPMൻ്റെ ആയിരിക്കും. അതുകൊണ്ട് ഇത്തവണ കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പറയുന്നത്. എന്നാൽ ഇത്തവണ കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് BJP ആയിരിക്കും എന്നാണ് BJP നേതൃത്വം അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ താജ് ഒപ്പീനിയൻ പോളിൻ്റെ അഭിപ്രായ സർവേ അനുസരിച്ച് കേരളത്തിലെ 14 ജില്ലകളിലായി 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടികൾക്കാണ് മുൻതൂക്കം എന്ന് നമുക്ക് പരിശോധിക്കാം. അവരുടെ അഭിപ്രായ സർവേ അനുസരിച്ച് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് മുതലുള്ള അഭിപ്രായ സർവേയാണ് നമ്മൾ നോക്കുന്നത്. കാസർഗോഡ് മൊത്തം 5 സീറ്റുകളാണുള്ളത്. അവരുടെ അഭിപ്രായ സർവേ അനുസരിച്ച് 2 സീറ്റ് LDF, 3 സീറ്റ് UDFനും കിട്ടും. അവിടെ NDAക്ക് സീറ്റൊന്നും കിട്ടില്ല. രണ്ടാമത് കണ്ണൂർ ഡിസ്ട്രിക്റ്റാണ്. കണ്ണൂർ ജില്ലയിൽ മൊത്തം 11 സീറ്റുകളാണുള്ളത്. താജ് ഒപ്പീനിയൻ പോളിൻ്റെ അഭിപ്രായം അനുസരിച്ച് 5 സീറ്റുകൾ LDFനും 6 സീറ്റുകൾ UDFും നേടും എന്നാണ് അവർ പറയുന്നത്. വയനാട് മൊത്തം 3 നിയമസഭാ സീറ്റുകളാണുള്ളത്. അതിൽ LDF 1 സീറ്റ് നേടുമ്പോൾ UDF 2 സീറ്റുകൾ നേടും എന്നാണ് പറയുന്നത്. കോഴിക്കോട് മൊത്തം 13 നിയമസഭാ സീറ്റുകളാണുള്ളത്. അതിൽ 5 സീറ്റുകൾ LDFും 7 സീറ്റുകൾ UDFും നേടുമ്പോൾ 1 സീറ്റ് NDA നേടും എന്നാണ് അഭിപ്രായ സർവേയിൽ പറയുന്നത്. മലപ്പുറം മൊത്തം 16 നിയമസഭാ സീറ്റുകളാണുള്ളത്. അതിൽ 8 സീറ്റുകൾ LDF നേടുമ്പോൾ 8 സീറ്റുകൾ UDF നേടും. പാലക്കാട് മൊത്തം 12 നിയമസഭാ സീറ്റുകളാണുള്ളത്. അതിൽ 5 സീറ്റുകൾ LDF നേടുമ്പോൾ 7 സീറ്റുകൾ UDF നേടും. അവിടെ NDAക്ക് സീറ്റൊന്നും കിട്ടില്ല. പാലക്കാട് നമുക്കറിയാം BJPക്ക് ശക്തമായ സ്വാധീനമുള്ള ജില്ലയാണ്. എന്നാൽ ഈ ഒപ്പീനിയൻ പോൾ അനുസരിച്ച് അവിടെ BJPക്ക് NDAക്ക് സീറ്റൊന്നും കിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. തൃശ്ശൂരിൽ മൊത്തം 13 സീറ്റുകളാണുള്ളത്. ഇവിടെ നിലവിലെ MP BJPയാണ്. BJPക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ BJPക്ക് സാധ്യത അവർ കൽപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു ഒപ്പീനിയൻ പോൾ അനുസരിച്ച് 13 സീറ്റുകളിൽ 6 സീറ്റുകൾ LDF നേടുമ്പോൾ 7 സീറ്റുകൾ UDF നേടും. NDAക്ക് അവിടെ ഒരു സീറ്റും കിട്ടില്ല എന്നാണ് പറയുന്നത്. എറണാകുളത്ത് മൊത്തം 14 സീറ്റുകളാണുള്ളത്. ഇതിൽ 7 സീറ്റുകൾ LDF നേടുമ്പോൾ 7 സീറ്റുകൾ UDF നേടും. NDAക്ക് ഒന്നും കിട്ടില്ല. ഇടുക്കിയിൽ മൊത്തം 5 സീറ്റുകളാണുള്ളത്. ഈ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് 2 സീറ്റുകൾ LDF ജയിക്കുമ്പോൾ 3 സീറ്റുകൾ UDF ജയിക്കും. അവിടെ NDAക്ക് സീറ്റൊന്നും കിട്ടില്ല. കോട്ടയത്ത് മൊത്തം 9 സീറ്റുകളാണുള്ളത്. അതിൽ 3 സീറ്റുകൾ LDF നേടുമ്പോൾ 6 സീറ്റുകൾ UDF വിജയിക്കും. അവിടെയും NDAക്ക് സീറ്റ് ഒന്നും കിട്ടില്ല എന്നാണ് ഈ ഒപ്പീനിയൻ പോളുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ആലപ്പുഴ മൊത്തം 9 നിയമസഭാ സീറ്റുകളാണുള്ളത്. 4 സീറ്റുകൾ LDF നേടുമ്പോൾ 4 സീറ്റുകൾ UDF നേടും. എന്നാൽ അവിടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ NDA 1 സീറ്റ് നേടും എന്നാണ് പറയുന്നത്. അത് ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിലെ കായംകുളമായിരിക്കും. കാരണം അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കായംകുളത്ത് BJP 2ാം സ്ഥാനത്ത് വന്നു. LDF അവിടെ 3ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിൽ BJPക്ക് ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലം അത് കായംകുളമായിരിക്കും. ആലപ്പുഴയിൽ 1 സീറ്റ് NDAക്ക് പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ മൊത്തം 5 സീറ്റുകളാണുള്ളത്. ഈ ഒരു കണക്കനുസരിച്ച് 2 സീറ്റുകൾ LDF ജയിക്കുമ്പോൾ 3 സീറ്റുകൾ UDF ജയിക്കും. അവിടെ NDAക്ക് സീറ്റുകളൊന്നും കിട്ടുന്നില്ല. എന്നാൽ BJPയുടെ അവകാശവാദം അനുസരിച്ച് പത്തനംതിട്ട BJPക്ക് ഏറെ സാധ്യത കൽപ്പിക്കുന്ന ഒരു ജില്ലയാണ്. ഇനി കൊല്ലം മൊത്തം 11 സീറ്റുകളാണുള്ളത്. ഈ ഒരു ഒപ്പീനിയൻ പോൾ അനുസരിച്ച് 5 സീറ്റുകളിൽ LDF ജയിക്കുമ്പോൾ
6 സീറ്റുകളിൽ അവിടെ UDF വിജയിക്കും. അവിടെ NDAക്ക് സീറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം നമുക്കറിയാം, 3 മുന്നണികൾക്കും, ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും NDAക്കും ശക്തമായ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അവിടെ മൊത്തം 14 സീറ്റുകളാണുള്ളത്. ഈ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് 6 സീറ്റുകൾ LDF നേടുമ്പോൾ 8 സീറ്റുകൾ അവിടെ UDF നേടും. എന്നാൽ NDAക്ക് ഒരു സീറ്റും തിരുവനന്തപുരത്ത് കിട്ടില്ല എന്നുള്ളതാണ് ഈ ഒപ്പീനിയൻ പോളുകൾ അനുസരിച്ച് പറയാൻ കഴിയുന്നത്. കേരളത്തിലെ മൊത്തം 14 ജില്ലകളിലായി 140 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ ഒരു കണക്കനുസരിച്ച് LDF 61 സീറ്റുകൾ വിജയിക്കുമ്പോൾ UDF 77 സീറ്റുകൾ വിജയിക്കും. NDA 2 സീറ്റുകളിലും വിജയിക്കും എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു അഭിപ്രായ സർവേ അനുസരിച്ച് കേരളത്തിൽ ഒരു തുടർഭരണത്തിന് സാധ്യതയില്ല. UDF അധികാരം തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. NDA 2 സീറ്റുകളിൽ വിജയിക്കും. എന്നാൽ ഇതിൻ്റെ അന്തിമ ഫലം അറിയണമെങ്കിൽ 2026 നിയമസഭാ ഇലക്ഷൻ വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇതിൻ്റെ അന്തിമ ഫലം എന്താണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഇത് നിയമസഭാ ഇലക്ഷന് മുമ്പുള്ള ഒരു ഒപ്പീനിയൻ പോളുകൾ മാത്രമാണ്. അപ്പോൾ 3 മുന്നണികളും ശക്തമായ അവകാശവാദം ഉന്നയിച്ച് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. LDF 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ UDF ഇത്തവണ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ഭരണത്തിൽ വരും എന്നുള്ളതാണ് UDF പറയുന്നത്. BJP പറയുന്നത് ഇത്തവണ കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യമാണ് എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും നമുക്ക് കാത്തിരുന്ന് കാണാം 2026 നിയമസഭാ ഇലക്ഷനിൽ ആരാണ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതെന്ന്.